ശ്രീരൺകുമാർ, കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്, കൈരളി ന്യൂസ് തന്നെ വാർത്ത പുറത്തു വിട്ടതാണ്. ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അതിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം, തീരുമാനമെടുത്തു. അത് ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തുകയും വേണം. പക്ഷേ അതിനുശേഷം ആ ഉത്തരവ് തിരുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തു വിടണമെന്ന് തീരുമാനമെടുത്തത് അന്നത്തെ ദേവസ്വം സെക്രട്ടറിയായ ജയശ്രീ തന്നെയാണ്. ദേവസ്വം ബോർഡ് എടുക്കാത്തൊരു തീരുമാനത്തിൽ ഉത്തരവിടാൻ അധികാരമാണ് ജയശ്രീക്ക് ഉണ്ടായിരുന്നത്? വളരെ കാര്യങ്ങൾ വ്യക്തമാകുന്നു. നേരത്തെ സർക്കാർ ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി നിലപാട് വ്യക്തമാക്കിയതാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു കൊള്ള, ആ കൊള്ളയിൽ ദേവസ്വം സെക്രട്ടറി, തിരുവാഭരണം ദേവസ്വം കമ്മീഷണർ, അന്നത്തെ അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ളവർ പങ്കാളികളായിട്ടുണ്ട്. നേതൃത്വം ഈ ജയശ്രീക്ക് തന്നെയാണോ? സംശയങ്ങൾ അങ്ങനെ തന്നെയാണ് ഉയരുന്നത്. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിട്ടത്? 540 ഗ്രാം സ്വർണം തിരികെ എത്താത്തത്, ഉരുക്കി മാറ്റിയത്? ഉത്തരം പറയണ്ടേ ജയശ്രീയും കൂട്ടരും? ഇവിടെ വളരെ ഗൗരവമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോ കൈരളി പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം ദേവസ്വം ബോർഡും ഗവൺമെന്റും വളരെ കൃത്യമായി വ്യക്തമായി തന്നെ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം പൂശാൻ ഈ ദേവസ്വം ബോർഡ് ഇട്ട ഉത്തരവ്, ആ ഉത്തരവിന് വിരുദ്ധമായി തന്നെ ചില ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കൈവശം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നതും അദ്ദേഹം 39 ദിവസം കൈവശം വയ്ക്കുന്നതും തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ തയ്യാറാക്കിയ മഹസറിൽ കൃത്യമായി അളവ് രേഖപ്പെടുത്താത്തതുമെല്ലാം ചില ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ്. ആ ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവരെ കണ്ടെത്തി മാതൃകാപരമായി തന്നെ ശിക്ഷിക്കും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ ദേവസ്വം മന്ത്രിയും എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരുന്ന വിവരങ്ങൾ വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. അതിൽ ഒന്ന്, ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് കൃത്യമായി സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിൽ വീണ്ടും പൂശുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അത് ഒരിക്കലും ചെമ്പുപാളിയിൽ പൂശാൻ എന്ന തരത്തിൽ ആ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം മിനിറ്റ്സിന് വിരുദ്ധമായി ഒരു ഉത്തരവ് പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയും വളരെ വിശദമായിട്ട് തന്നെ അത് പരിശോധിച്ചത്. അപ്പോൾ ആദ്യം ദേവസ്വം ബോർഡ് തീരുമാനത്തിന് വിരുദ്ധമായി അതിൽ ചെമ്പുപാളിയിൽ സ്വർണം പൂശാൻ എന്ന്, ആ ചെമ്പുപാളി എന്നുള്ള വാക്ക് ആ ഉത്തരവിൽ ഉൾപ്പെടുത്തപ്പെട്ടു. അത് മിനിറ്റ്സിന് വിരുദ്ധമായി ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായിരുന്നു. ഇപ്പോൾ കൈരളി പുറത്തുവിട്ട രേഖ പ്രകാരം നമുക്കറിയാം, ദേവസ്വം മാനുവൽ അനുസരിച്ച് ഹൈക്കോടതിയുടെ പ്രമൈസസിൽ വെച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുക. എന്നാൽ അത് കയ്യിൽ കൊടുത്തുവിടാൻ അല്ലെങ്കിൽ കൈമാറാൻ എന്ന രൂപത്തിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന് വിരുദ്ധമായി ദേവസ്വം സെക്രട്ടറി അതിൽ എഴുതി ചേർത്തിരിക്കുന്നു എന്നുള്ള കാര്യവും തിരുത്തൽ വരുത്തി എന്നുള്ള കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെയാണ് ആദ്യമായി ഇത്തരത്തിൽ ഒരു പ്രവർത്തിക്ക് വേണ്ടി ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ദേവസ്വം ബോർഡ് കൃത്യമായി തീരുമാനിച്ചത് ശബരിമലയുടെ പ്രമൈസസിൽ വെച്ച് തന്നെ സ്വർണം പൂശാനാണ്. അത് 1999 വിജയ് മല്യ പൂശിയ ദ്വാരപാലക ശില്പത്തിൽ അതിൽ വീണ്ടും അതിന്റെ നിറത്തിൽ മങ്ങൽ വരികയും മറ്റ് കേടുപാടുകൾ വന്നപ്പോൾ ആ സ്വർണം പൂശിയ തകിടിൽ തന്നെ പാളിയിൽ തന്നെ വീണ്ടും സ്വർണം പൂശാനാണ്. അപ്പൊ ഈ രണ്ട് കാര്യത്തിലും ഉദ്യോഗസ്ഥന്മാർ വരുത്തിയ വളരെ കുറ്റകരമായിട്ടുള്ള വീഴ്ച ഗൗരവത്തിൽ തന്നെ ദേവസ്വത്തിന്റെ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്, ഹൈക്കോടതിയുടെ ശ്രദ്ധയിലുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ഇപ്പോൾ 8ഓളം വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, പല ഘട്ടത്തിലായിട്ട് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഗൗരവമായി അന്വേഷണം മുന്നോട്ട് പോകട്ടെ, കൂടുതൽ സത്യം പുറത്തു വരട്ടെ. അരുൺകുമാർ, ഇതിനകത്ത് വളരെ രസകരമായ ചില കൗതുകരമായ കാര്യങ്ങൾ കൂടിയാണ്. അതായത് അന്ന് മുരാരി ബാബു ആണ് ഇത് ചെമ്പാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു വിടുന്നത്. ശേഷം അവിടെ ഈ ചെന്നൈയിലെ സ്ഥാപനത്തിലെത്തുന്നു. ആ ചെന്നൈയിലെ അഭിഭാഷകൻ പറയുന്നത് ചെമ്പാണ് കൊണ്ടുചെന്നതെന്ന് പറയുന്നു. ഇതിനിടെയാണ് ഈ 950 ഗ്രാം എന്നുള്ളത് അതിൽ 450 ഗ്രാമോളം സ്വർണം പൂശാനെടുത്തു. 520ഓളം ഗ്രാം തിരികെ കൊടുത്തു വിടുന്നു. ഇതിനിടയ്ക്ക് അല്പം മുമ്പാണ് മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസു പറഞ്ഞത്, ഈ ബാക്കി കൊണ്ടുവന്ന സ്വർണം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ അന്ന് ഈ ദേവസ്വം കമ്മീഷൻ അടക്കം കരുതിയിരുന്നത് ഈ സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കൊടുത്ത സ്വർണ്ണമാണ് കൊണ്ടുവന്നത്. പക്ഷേ പുതിയ വിവരങ്ങൾ വരുമ്പോൾ 3 ഗ്രാം സ്വർണം മാത്രമാണ് സ്പോൺസർ എന്ന് പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി സ്വർണം അന്ന് ഈ വിജയ് മല്യ പൂശിയ സ്വർണം തന്നെയാണ്. ആ സ്വർണം കൊണ്ടുപോവുകയും 400 ഗ്രാം മാത്രം ഉപയോഗിക്കുകയും ബാക്കി 500 ഉരുക്കി മാറ്റുകയും ചെയ്തു. ഇതെല്ലാം കൃത്യമായി ഈ ജയശ്രീക്കും കൂട്ടർക്കും അറിയാം. 39 ദിവസം എന്ന് പറയുന്നത് സാധാരണ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തിനാണ് ഈ 39 ദിവസം എടുത്തത്? ഈ സ്വർണം ഉരുക്കാനും ഒരു ചെമ്പുപാളി അവിടെ കൊണ്ടു ചെല്ലാനും എടുത്ത ദിവസമാണ്. ഇതെല്ലാം കൃത്യമായി ജയശ്രീ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് അറിയാം. മുരാരിയും ഉണ്ണികൃഷ്ണനും എല്ലാം ചേർന്ന് അയ്യപ്പന്റെ സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥ കൊള്ള സംഘം. തീർച്ചയായും ഇപ്പൊ ഇതില് ആരെങ്കിലും ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇത്. മുരാരി ആയാലും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും ദേവസ്വം ഉദ്യോഗസ്ഥനുമായി ഗൂഢാലോചന നടത്താതെ ഈ ശബരിമല പ്രമൈസസിൽ നിന്ന് ഇത് പുറത്തു കൊണ്ടുപോകാൻ കഴിയില്ല.
ആ പ്രൊമൈസസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി ഉത്തരവിൽ ഇത് കൈമാറാൻ പ്രത്യേകം എഴുതി ചേർക്കുന്നു. അതുപോലെ തന്നെ സ്വർണം പൂശിയതിൽ വീണ്ടും പൂശേണ്ട കാര്യമില്ല എന്ന് മറ്റു ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും ചെമ്പ് ഉരുപ്പടി എന്ന രൂപത്തിൽ ചെമ്പ് പാളി എന്ന് പ്രത്യേകം ഉത്തരവിൽ ഇടം പിടിക്കുന്നു. ഇതെല്ലാം ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമാണ്. അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇതിലുള്ള ഉത്തരവാദിത്വം കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. ഈ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ചാനലിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ എന്ന വ്യാജേന ചില വ്യക്തികൾ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞത്, ഞങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പിൽ മാത്രമേ സ്വർണം പൂശൂ, ഒരിക്കൽ പോലും സ്വർണം പൂശിയ ഒരു ഉരുപ്പടി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന രൂപത്തിലാണ്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് ഫയൽ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കേസിൽ മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള മുൻ പരിചയത്തിന്റെ പേരിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയ പാളി തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുവന്നത്. അവിടെ പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സ്വർണം പൂശിയ പാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തു. അപ്പോൾ ഇത്ര അളവ് സ്വർണം കിട്ടി. അവിടെ ശരിക്കും വീണ്ടും സ്വർണം പൂശുന്നതെല്ലാം മറ്റേതോ ഒരു പാളിയിലാണ് എന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയോടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നത് എന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ സ്വർണം പൂശിയതിനു ശേഷം 39 ദിവസം കഴിഞ്ഞ് തിരിച്ച് ശബരിമലയിൽ കൊണ്ടുപോയി ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ പോലും തയ്യാറാക്കുന്ന മകസറിൽ തൂക്കം രേഖപ്പെടുത്താത്തതും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്. അതിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടാകും. കാരണം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെയാണല്ലോ ഇത്തരം പ്രക്രിയകളെല്ലാം നടക്കുക. അതുകൊണ്ട് അന്വേഷണം ശക്തമായിട്ട് നടക്കട്ടെ. ഒരാളെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. മുഖ്യമന്ത്രി ആയാലും ദേവസ്വം മന്ത്രി ആയാലും ശക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥനെ പോലും, അത് ആരായാലും എത്ര ഉയർന്ന ആളായാലും അതിശക്തമായിട്ട് തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. മാതൃകാപരമായി അവരെ ശിക്ഷിക്കും. അരുൺകുമാർ, ഒരുപക്ഷെ ഈ നേരത്തെ അരുൺകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ്, വളരെ സ്വാഭാവികമായി ഏറ്റവും സാധാരണമായ ഒരു കാര്യമാണ്. അവിടെ നിന്ന് 950 ഗ്രാം കൊണ്ടുപോകുന്നു, രേഖപ്പെടുത്തുന്നു. തിരികെ ഈ സ്വർണം എത്തിയോ എന്ന് രേഖപ്പെടുത്തേണ്ട ചുമതല, അതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനല്ല, അവിടുത്തെ ഉദ്യോഗസ്ഥർക്കാണ്. അത് തിരുവാഭരണം കമ്മീഷണർക്കാണ്, അദ്ദേഹത്തിനാണ് ചുമതല. അതിൻ്റെ ഏറ്റവും പരമാധികാരി എന്ന് പറയുന്നത് ദേവസ്വം സെക്രട്ടറിയാണ്. ഇതൊന്നും ചുമതലപ്പെടുത്താതെ ഇരിക്കുമ്പോൾ, അത് രേഖപ്പെടുത്താതെ ഇരിക്കുമ്പോൾ വളരെ ക്ലിയറാണ്, വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തട്ടിപ്പ്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്ന് അയ്യപ്പൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പ്. അതിന് ഉദ്യോഗസ്ഥർ തന്നെയാണ് നേതൃത്വം നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺകുമാർ പറഞ്ഞ പോലെ തന്നെയാണ്, വളരെ ലളിതമായ കാര്യം. കൊണ്ടുപോയത് എത്ര, കൊണ്ടുവന്നത് എത്ര, അതുപോലും രേഖപ്പെടുത്തിയിട്ടില്ല. അതെ, ഗൗരവമായ കാര്യമാണ്. ഇപ്പോ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരടക്കം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിപക്ഷത്തെ നേതാക്കന്മാർ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്, ദേവസ്വം ബോർഡിനാണ് എന്ന് ചിത്രീകരിക്കാൻ വലിയ ശ്രമം നടത്തുമ്പോൾ നമുക്കറിയാം, ഈ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം രാഷ്ട്രീയ പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുക. ഇതിൽ ഭൂരിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അവർ INTUCയുടെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്നവർ, അതുപോലെ ദേവസ്വം ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ ഏറ്റവും സജീവ പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ കൃത്യമായി ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതും, അതുപോലെ ഇതിൽ പല വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ പുറത്തു പറയുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഈ ദ്വാരപാലക ശില്പം ഒരു വലിയ മുതലാളിയുടെ കയ്യിൽ, വലിയ സമ്പന്നന്റെ കയ്യിൽ ഇപ്പോഴുണ്ട് എന്ന രൂപത്തിൽ പറഞ്ഞു. എന്നാൽ ആ സമ്പന്നൻ ആരാണ് ഈ സമ്പന്നന് കൊണ്ടേ കൊടുത്തത്, എന്നാണ് കൊടുത്തത്, ആരൊക്കെ ചേർന്നാണ് കൊടുത്തത്, എന്താണ് അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന, തനിക്കറിയാം, അത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്നൊക്കെ നിയമസഭയിൽ പ്രസ്താവിക്കുമ്പോൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ വക്കീൽ നോട്ടീസ് അടക്കം പ്രതിപക്ഷ നേതാവിന് കിട്ടി. അപ്പോ സത്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ജനങ്ങളോട് സത്യം പുറത്ത് കൊണ്ടുവരാൻ അന്വേഷണത്തെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അതൊന്നും നിർവഹിക്കാതെ വളരെ മോശമായ തരത്തിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുകയും അത് വളച്ചൊടിക്കുകയും പിന്നീട് അത് നിഷേധിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ആര് തെറ്റ് ചെയ്താലും അവരെ കണ്ടെത്തുക, ശബരിമലയുടെ ഒരു തുണ്ട് നാണയം പോലും പുറത്തു പോകാതെ അത് ദുരുപയോഗം ചെയ്യാതെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് ഗവൺമെന്റ് നിർവഹിക്കുന്നത്. ഈ കുറവുകൾ കൃത്യമായി കണ്ടെത്തും, ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തും. ഹൈക്കോടതിയുടെ ഒരു ഘടകമുണ്ട്. നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു നെക്സസ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുക. ഈ അയ്യപ്പ സംഘത്തിന് മുമ്പ് ഈ പീഠം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനുശേഷം കൊണ്ടുവന്നത് ചെമ്പാണ് എന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകൻ പറയുന്നതും ഏഷ്യാനെറ്റിലൂടെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹമായ ഇടപെടലുകൾ, ഇത് കൊണ്ടുപോയത് ഒരു കോടീശ്വരന് കൊടുത്തു എന്ന് പറയുന്നത് VD സതീശൻ, എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു വലിയ നെക്സസ് ഇവരിൽ ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നില്ലേ? തീർച്ചയായും. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ താങ്ങുപീഠം നഷ്ടപ്പെട്ടു എന്നും അത് സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്നുവെന്നും അത് നഷ്ടപ്പെടാൻ കാരണം ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന് പ്രസ്താവന ഏഷ്യാനെറ്റിലൂടെ നടത്തിയപ്പോഴാണ് ഈ വിവരം പുറത്തു വന്നത്.